പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വർത്തമാനകാലം അതിൻ്റെ ചവിട്ടുപടിയിലൊന്നും പിടിച്ചു നിൽക്കാതെ ഭാവിയുടെ ഉത്കണ്ഠയിലാണ് മനസ്സ്. ഭൂതകാലത്തിന്റെ ഓർമ്മകളിലേക്ക് മനസ്സിനെ ഒന്ന് തളച്ചിട്ടാലോ? വൃക്ഷത്തലപ്പുകൾ തഴുകി തലോടിയെത്തുന്ന കുഞ്ഞിളം കാറ്റില്ലായിരുന്നു അവിടെ. മലകളും കാടുകളും കുന്നുകളും അരുവികളും ഒന്നുമില്ലായിരുന്നു. ശീതീകരിച്ച മുറിയുടെ ഉള്ളിൽ കിടന്ന് വീർപ്പുമുട്ടുന്ന ഒട്ടനവധി പ്രവാസികൾ. ചുരുങ്ങിയത് 21 വർഷമെങ്കിലും പ്രവാസ ജീവിതം അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ പ്രകൃതിക്കും മഴക്കും കാറ്റിനുമൊക്കെ ഇത്രയും ഭംഗി കാണാൻ സാധിച്ചത്. ഇലത്തൂമ്പുകളിലൂടെ ഒലിച്ചിറങ്ങുന്ന മഴത്തുള്ളികൾക്കുള്ള സൗന്ദര്യം കാണാൻ കഴിഞ്ഞതും അതുകൊണ്ടായിരിക്കാം. എൻ്റെ മനസ്സിന് സന്തോഷം കിട്ടുന്ന അത്രയും പ്ലാന്റുകൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. വരാന്തയിലെ ഒരു മൂലയിൽ തല ഉയർത്തി നിൽക്കുന്ന ഫൈക്കസ് മരത്തിന് ഒരുപാട് കഥയുണ്ട് പറയാം. വൈകുന്നേരങ്ങളിൽ ഈ മരത്തണലിൽ അല്പസമയം ഇരിക്കാറുണ്ട്. വലിയ ഒരു മരച്ചുവട്ടിൽ ഇരിക്കുന്ന ഒരു ഫീല് കണ്ണടച്ച് ഞാൻ ആസ്വദിക്കും. ഇടയ്ക്ക് ഇലകൾ പൊഴിച്ച് സ്നേഹ സംവാദങ്ങൾ നടത്താറുമുണ്ട്. ഇങ്ങനെ 3 മരങ്ങളുണ്ട് എൻ്റെ വീട്ടിൽ. ഈ മരങ്ങൾ തരുന്ന സന്തോഷത്തിന്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട്. ഞാൻ പറയാം. യൂട്യൂബിലൂടെ ഞാൻ 3-4 ഗാർഡൻ വിസിറ്റിംഗ് വീഡിയോസുകളാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പോട്ടുകളെ പരിചയപ്പെടുത്തിയ 2-3 വീഡിയോസുകളും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതൊന്നും ഒരു പാരിതോഷികം പറഞ്ഞോ അല്ലെങ്കിൽ അതിനുള്ള ഒരു അഡ്വാൻസ് വാങ്ങിച്ചോ ഒന്നുമല്ലായിരുന്നു. എന്നാൽ ചേളാരി ഒരു നഴ്സറിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ, റെയിൻബോ ഗാർഡൻ എന്ന് പറഞ്ഞ്. ആ ഒരു നഴ്സറിയുടെ വീഡിയോ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്യുകയുണ്ടായി. എന്നെ നേരിട്ടല്ല കോണ്ടാക്ട് ചെയ്തത്. അങ്ങനെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് അദ്ദേഹം പറയുകയുണ്ടായി, ഒന്ന് ഇവിടെ വന്ന് പോവണം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെല്ലുകയും ഒട്ടനവധി പ്ലാന്റുകൾ അദ്ദേഹം ഭയങ്കര സന്തോഷത്തോടു കൂടെ തന്നെയാണ് എൻ്റെ വണ്ടിയുടെ ഡിക്കിൽ കയറ്റിയിടുകയും ഒരുപാട് ഞാൻ വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷം നമ്മൾ കണ്ടറിയേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ഒരു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ ആ ഒരു ഷോപ്പിലേക്ക് പ്ലാന്റ് വാങ്ങിക്കാൻ വേണ്ടി ചെല്ലുകയും ആ ഒരു സമയത്ത് അദ്ദേഹം ഞാൻ അന്ന് ചോദിച്ച ഒരു ഫേണിൻ്റെ തൈ പൊട്ടിച്ച് വളർത്തിയെടുത്ത് എനിക്കായിട്ട് നട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇനി എന്താണ് വീട്ടിലില്ലാത്തത് ഇത് മാത്രമായിരുന്നു ചോദ്യം. അങ്ങനെ 3 ഫൈക്കസ് മരങ്ങൾ അദ്ദേഹം ഗിഫ്റ്റായിട്ട് തന്നു. എൻ്റെ വീട്ടിൽ ഇന്ന് ആ ഒരു മരം വെച്ച് ഞാൻ അതിൻ്റെ ചുവട്ടിലിരിക്കുന്ന സമയത്ത് എന്തോ ഒരു സ്നേഹത്തിൻ്റെ ഫീലിംഗ് ആണ് എനിക്ക് വരുന്നത്. എനിക്കായി ഒരു നഴ്സറി തുടങ്ങാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവിധ സഹായങ്ങളും അദ്ദേഹം എന്നോട് ഓഫർ ചെയ്തിരിക്കുകയാണ്. പ്ലാന്റുകൾ വാങ്ങിക്കാനും അതിനുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ഒരു കൈ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഈ നാട്ടിൽ അങ്ങനെയുമുള്ള ചില മനുഷ്യരുണ്ട് എന്നുള്ള ഒരു സന്തോഷം കൂടി എനിക്കതിൽ നിന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. അതേപോലെ തന്നെയാണ് ഞാൻ ചേളാരി പഠിക്കലുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇബ്രാഹിം കുട്ടി സാഹിബ് എന്ന അദ്ദേഹത്തിൻ്റെ പേരും നമ്പറും ഒക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 50 രൂപ മുതലുള്ള ചട്ടികളാണ് അവിടെ വിൽക്കുന്നത്. വീഡിയോ ഇട്ട് 2 ദിവസത്തിന് ശേഷം അവരെന്നെ വീണ്ടും കോണ്ടാക്ട് ചെയ്യുകയാണ്. അങ്ങനെ എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്തായാലും ഇവിടെ ഒന്ന് വരണമെന്ന്. അങ്ങനെ ഞാൻ ചെന്ന സമയത്ത് എൻ്റെ വണ്ടിയുടെ ഡിക്ക് നിറയെ ഇതുപോലെ തന്നെ പോട്ടുകൾ എനിക്ക് കയറ്റിയിടുകയാണ് ചെയ്തത്. അവരും വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തത്. വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്നും തിരിച്ചു പോന്നത്. അങ്ങനെ യൂട്യൂബിൽ എനിക്ക് ഇത്രയും സ്നേഹനിധികളായ 2 ആളുകൾ ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫൈക്കസ് മരങ്ങളും ഈ മൺബോട്ടുകളും ഒക്കെ തരുന്ന അനുഭൂതി ഒന്ന് വേറെ തന്നെയാണ്. ഒട്ടനവധി വീഡിയോസ് ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഇതുവരെ ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായിട്ടില്ല. ഒരു മുട്ടുസൂചിയാണെങ്കിൽ പോലും നമുക്ക് അത് ഗിഫ്റ്റായി കിട്ടുക എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം തന്നെയാണ്. ഇന്നും ചേളാരി റെയിൻബോ നഴ്സറിയും അതുപോലെ ഞാൻ പഠിക്കൽ നിന്ന് വാങ്ങിച്ച പോട്ട് ഷോപ്പും വളരെ സജീവമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയുകയോ അങ്ങോട്ട് പോകുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്.
മനോഹരമായ ഈ മൺബോട്ടുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ എനിക്ക് ലഭിച്ച സ്ഥലമാണ് അവിടം. ഇനിയും ഇതുപോലെ മനോഹരങ്ങളായ പോട്ടുകൾ അവരിൽ നിന്നും വാങ്ങണം. ചേളാരി റെയിൻബോ ഗാർഡനിൽ നിന്നും പ്ലാന്റുകൾ വാങ്ങി നട്ട് വളർത്തണം. ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. സ്നേഹ സമ്മാനമായി ലഭിച്ച കുഞ്ഞു മൺപോട്ടുകളും തല ഉയർത്തി നിൽക്കുന്ന ഫൈക്കസ് മരങ്ങളും ഇന്ന് എൻ്റെ വീടിന് ഭംഗിയേകുന്നുമുണ്ട്. ഇവരെല്ലാം കൂടി എൻ്റെ വരാന്തയുടെ മോടി അങ്ങ് കൂട്ടി. മൺപോട്ടുകൾ ഒരുപോലെ അടുക്കി പൊറുക്കി വെക്കാനായി 500 രൂപയിൽ അമർന്ന് ഞാനുണ്ടാക്കിയ റീപ്പർ സ്റ്റാൻഡും അതിമനോഹരമായി തോന്നി. എന്തായാലും വൈകുന്നേരത്തെ കഥ പറച്ചിലൊക്കെ ഈ ഫൈക്കസ് മരത്തിന് ചുവട്ടിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. പഴയ കാലത്തിന്റെ ഓർമ്മ പുതുക്കാനുതകുന്ന ഈ ഒരു കുഞ്ഞു മരച്ചുവടും തളിരിലകളുമെല്ലാം ഒരുപാട് സ്നേഹ സമ്മാനങ്ങൾ തരുന്നതോടൊപ്പം തന്നെ വീടിന് അലങ്കാരമായി മാറുന്നുമുണ്ട്. എല്ലാ ചെടികളും നടുന്നതോടൊപ്പം തന്നെ വീടിന് മോടി കൂട്ടാൻ ഇനി നമുക്ക് ഫൈക്കസ് മരങ്ങളും നട്ടുപിടിപ്പിക്കാം. എൻ്റെ കയ്യിൽ ഇതിൻ്റെ 2 വെറൈറ്റി ആണുള്ളത്. ഇനി ഇതിൽ കൂടുതൽ ഇതിന് വെറൈറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് പൂർണ്ണ വിവരം കൈമാറാം. പ്രവാസത്തിന്റെ ചുട്ടുപൊള്ളുന്ന നാളുകളോട് വിരാമമിട്ട് പ്രിയപ്പെട്ടവൻ എത്തുന്ന സമയത്ത് തലയെടുപ്പോടെ നിൽക്കുന്ന ഫൈക്കസ് മരങ്ങൾ വളരെ സന്തോഷത്തോടെ അതിനെയൊന്ന് തൊട്ട് തലോടി ആ മരത്തണലിൽ ഇരുന്ന് കട്ടൻ ചായയും കുടിച്ച് ഒട്ടനവധി കഥകൾ പങ്കുവെക്കാനുണ്ട്. എല്ലാം കേട്ട് തലയാട്ടിക്കൊണ്ട് നിൽക്കുന്ന എൻ്റെ ഫൈക്കസ് മരങ്ങൾ. അദ്ദേഹം തന്ന ഗിഫ്റ്റ് എൻ്റെ വീടിന് അലങ്കാരത്തെക്കാളേറെ എൻ്റെ മനസ്സിന് ഒട്ടനവധി പഴയ ഓർമ്മകളാണ് സമ്മാനിച്ചത്. കുഞ്ഞു കുഞ്ഞു ശാഖകളും കടുത്ത പച്ച നിറത്തിലുള്ള ഇലകളും പ്രത്യേക തരമുള്ള തണ്ടുകളും ഒക്കെയായി വളരെ മനോഹരമാണ് ഫൈക്കസ് മരങ്ങൾ. എൻ്റെ ഫൈക്കസ് മരങ്ങളുടെ ഓരോ ഇതളുകളും താഴെ വീഴുമ്പോൾ എനിക്ക് വല്ലാത്ത ആദി തോന്നുന്നുണ്ട്. ദയനീയമായി ഞാൻ നോക്കുന്ന എൻ്റെ നോട്ടം കൊണ്ടാണോ ഈ ഇല പൊഴിക്കുന്നത് എന്ന് കൂടി എനിക്ക് സംശയമുണ്ട്. ഇവൻ എന്തായാലും തനിച്ചല്ല, കൂടെ 2 സുന്ദരിമാരുമുണ്ട്. എന്നാൽ തനിച്ചായ എന്നെക്കുറിച്ചുള്ള വേവലാതിയാകാം ഈ ഇല പൊഴിക്കലിന്റെ പിന്നിലെ രഹസ്യം. സന്തോഷം കൊണ്ടുവന്ന ഫൈക്കസ് മരങ്ങളുടെയും അതുപോലെ തന്നെ ഗിഫ്റ്റ് കിട്ടിയ പോട്ടുകളുടെയും ഒക്കെ കഥ പറഞ്ഞ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസൊക്കെ ആയി വരുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.